കോതമംഗലം സംഘർഷത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ വിമർശിക്കുകയാണ് ഹൈക്കോടതി. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ലേ പ്രതിഷേധം സംഘടിപ്പിച്ചെന്നതാണ് കോടതിയുടെ ചോദ്യം. മൃതദേഹം കൊണ്ടുപോയത് സമ്മതമില്ലാതെയല്ലേ എന്നും കോടതി ചോദിക്കുന്നു. അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി. അരുൺ, മൃതദേഹം കൊണ്ടുപോയുള്ള പ്രതിഷേധം, പോലീസുമായിട്ടുള്ള സംഘർഷം, അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണോ? ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയാണോ? കോതമംഗലത്ത് വയോധികയെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ 4ഓളം കേസുകൾ പോലീസ് എടുത്തിരുന്നു. ഈ കേസുകൾ തന്നെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഷിയാസ് ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ വന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ലേ പ്രതിഷേധം സംഘടിപ്പിച്ചത്, അതോടൊപ്പം തന്നെ മൃതദേഹം കൊണ്ടുപോയത് സമ്മതമില്ലാതല്ലേ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഷിയാസ് ഹർജി നൽകുന്നതിനെ സംബന്ധിച്ച് കോടതി വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചു. അതായത് ഈ പോലീസ് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ഹർജി നൽകുന്നതിനേക്കാൾ നല്ലത് ഈ കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകുകയല്ലേ എന്നും കോടതി ചോദിച്ചു. എന്തായാലും ഷിയാസിന്റെ ഹർജി അടുത്ത വ്യാഴാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിന് മാറ്റി.